അടുത്ത ദിവസം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഞാനും ചേട്ടനും കൂടി. ഈവനിങ് ടൈമായിരുന്നു. അപ്പോൾ അവിടുത്തെ റോഡ് വ്യൂസും ലൈറ്റും അതൊക്കെ കണ്ടിങ്ങനെ പോവുമായിരുന്നു. അവിടെ തൊട്ടടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ്, അതൊരു വലിയ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. പച്ചക്കറികളും ഫ്രൂട്ട്സും പിന്നെ മറ്റ് പലചരക്ക് സാധനങ്ങളാണെങ്കിലും പാല്, തൈര്, പിന്നെ നമുക്ക് ചപ്പാത്തി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ളൊരു മാളായിരുന്നു. അപ്പം നമ്മൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോയി ഞാനും ചേട്ടനും കൂടി. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് കവർ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മളത് എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് പെറുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ കൗണ്ടറിൽ കൊടുത്തിട്ട് നമ്മളുടെ തൂക്കത്തിനനുസരിച്ച് അവർ ബില്ല് പ്രിൻ്റ് ചെയ്ത് തരും. പിന്നീട് അത് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ സാധനം ഇട്ട് തരും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ളൊരു രീതി. പക്ഷേ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്രയും ആവശ്യത്തിൻ്റെ അളവിൽ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി നന്നായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റ് ഫുള്ളൊന്ന് കറങ്ങി ഇറങ്ങി. അപ്പം ഞാനെടുത്ത വീഡിയോസാണ് ഇതൊക്കെ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു സത്യത്തിൽ. നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ ഫീൽ ചെയ്തു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ തലേദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ. അതുകൊണ്ട് കുറച്ചേറെ സമയം ചേട്ടനവിടെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം നമ്മൾ തന്നെ സാധനങ്ങൾ ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് വെച്ച് കൊടുക്കണം. അത് മൂവ് ചെയ്ത് ബില്ലടിച്ച് വരും. അപ്പം പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു മലയാളികളുടെ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഞങ്ങൾ നൈറ്റിലേക്കുള്ള ഫുഡും വാങ്ങിച്ചു നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പം ഞങ്ങൾ ചപ്പാത്തിയും കടായിയാണ് വാങ്ങിച്ചത്. അത് പാകിസ്ഥാനി ഒരു കറിയാണ്. ചിക്കൻ കാല്, ഫുൾ എണ്ണ. നമുക്ക് അത്ര കൊണ്ട് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതൊക്കെയായിട്ട് ഞങ്ങൾ വന്നു. ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.